സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഗൈസ് ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് ഇപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഗോൾഫ് മീറ്റ് വെച്ചാണ് ഗൈസ്. അപ്പോൾ പബ്ലിക് മീറ്റ് ഒന്നല്ല, ജസ്റ്റ് തമ്പുരാൻസിൽ കുറച്ച് പേരുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മാസ്റ്റേഴ്സിലെ കുറച്ച് പേരുണ്ടായിരുന്നു, പിന്നെ ഗൈസ് ഏതോ ഒരു സബ്സ്ക്രൈബറും കൂടി ഇതിൽ കയറുന്നതെന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. അതെന്നോട് മെസ്സേജ് ആ ഒരു ടൈമിൽ അവൻ എന്നെ ഒരു വീഡിയോയിൽ കൂട്ടി വീഡിയോ എടുക്കുക വെച്ചിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അവനെയും കൂടി ഈ ഒരു ഐഡിയും ബസ്സൊക്കെ അയച്ചെടുത്ത് അവനും കൂടി ഈ ഒരു റൂമിൽ ഉണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ 4 പേര് അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സോ ഗൈസ് അപ്പോൾ ഞാൻ കയറിയത് മാറിപ്പോയി, പാസഞ്ചർ സീറ്റിലായി പോയി ഞാൻ കയറിയത് ഫസ്റ്റ്. സോ ഞാൻ ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് നമ്മളേതായാലും എല്ലാവരും വണ്ടി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ മുമ്പിലൊരു നൈക്കിന്റെ വണ്ടി ഉണ്ട് ഗൈസ്, അതൊരു നൈസ് വണ്ടിയായിരുന്നു, ഒരു വെള്ളയിൽ വർക്ക് ചെയ്ത അടിപൊളി വണ്ടിയായിരുന്നു. സോ ഗൈസ് ഇപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. സോ ഇപ്പോൾ വണ്ടി എടുക്കുന്നതാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള TMZ റാഫർ ബ്രോ ആണ്. ആ ഒരു ബ്രോനോടാണ് ഞാൻ എൻ്റെ എന്താ പറയുക വഴികാട്ടി ഗൈസ്. നമുക്ക് UA ഹെഡാക്കിക്കൊണ്ട് മാപ്പ് കാണത്തില്ല ഗൈസ്. സോ ആ ഒരു ബ്രോനോട് ഞാൻ മുമ്പിൽ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും മുമ്പിൽ പോയിട്ടുണ്ട് ഗൈസ്. സോ ആ ഒരു ബ്രോയുടെ ബാക്കിൽ തന്നെ നമുക്ക് വെച്ച് പിടിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാർബക്സ് എത്താൻ പറ്റുള്ളൂ. എനിക്ക് സിറ്റി 2 ഗൈസ് എനിക്ക് കാണാതെ അറിയില്ല ഗൈസ്, മാപ്പ് സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. സോ ആ ഒരു ബ്രോ മുമ്പ് പോകുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടി ബാക്കിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. സോ നമ്മുടെ മുമ്പ് തന്നെ റാഫർ ബ്രോ വെച്ച് പിടിക്കുന്നുണ്ട്. ഞാൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, എന്തെങ്കിലുമൊക്കെ ലാഗ് ഇഷ്യൂ എല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ നിൽക്കും. അപ്പോൾ ആ ഒരു ബ്രോനോട് ഞാൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് ഇപ്പോൾ ഈ ഒരു മീറ്റിൽ എനിക്ക് ലാഗ് ഇഷ്യൂയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നൈസായിട്ട് തന്നെ ഈ ഒരു മീറ്റ് പോയി. പിന്നെ ഗൈസ് വന്ന ആൾക്കാരൊക്കെ പവറായിരുന്നു, പക്ക വൈബായിരുന്നു ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാവരോടും കോളിലൊന്ന് കണക്റ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരൊക്കെ കണക്റ്റാക്കി എന്നാണ് ഗൈസ് തോന്നുന്നത്, ഞാൻ ഇതുവരെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടില്ല. സോ ഗൈസ് അപ്പോൾ ബ്ലൂടൂത്ത് ഒക്കെ ഓൺ ആക്കിയിട്ട് ഒന്ന് കണക്റ്റ് ആക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം ഗൈസ്. സോ ഗൈസ് അപ്പോൾ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. ശ്രീബ്രോ, എനിക്കൊരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, അപ്പൊ ഞാൻ പാടിക്കോട്ടെ? ശ്രീബ്രോ സമ്മാനം തന്നാ ഞാൻ ഒരു കിട്ടാൻ പോലത്തെ ഒരു പാട്ട് പാടായിരുന്നു. അത്യാവശ്യം നല്ല പാട്ടൊക്കെ പാടണം. ഓക്കെ, നീ എന്നാ പാടിക്കോ. ഇത് ഞാൻ കൊല്ലങ്ങായി പാടുന്ന പാട്ടാ, അപ്പൊ നല്ല പാട്ട് തന്നെ, മോശമൊന്നുമല്ല. ഞാൻ ഇത് പാടി 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 പ്രാക്ടീസ് ചെയ്ത പാട്ടാ. അപ്പൊ ഞാൻ തുടങ്ങാവേ. റെഡി 1 2 3. കാക്കേ കാക്കേ കൂടെ വിടി, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു വിശന്ന് കരഞ്ഞിടും. ബ്രോ ഇത്ര അറിയുള്ളൂ. എങ്ങനെയാടാവുക ഇങ്ങനെയൊക്കെ സാധിക്കുന്നേ കേസ്? ഈ ഒരു ഗ്യാങ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ ഒന്നൊക്കെ മണ്ടന്മാരാവാം, ഇത് എല്ലാ മണ്ടന്മാരും കൂടി ഒരു ഗ്യാങ് ആയ പോലെയാണ് കേസ്. എല്ലാം ഒരു പിരി പോയവരാ, പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ വേണം ഫസ്റ്റ് പറയാൻ. സോ കേസ് ഇപ്പോൾ നമ്മളാണെങ്കിൽ സ്റ്റാർബക്സ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേസ്. പിന്നെ അവൻ്റെ പാട്ടിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ അവൻ നാളെ മുതൽ എൻ്റെ നെഞ്ചത്തേക്ക് കയറും. മുതൽ പാട്ട് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. സോ ഗൈസ് ഇപ്പോൾ നമ്മളാണെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. സോ എല്ലാവരും സ്റ്റാർബക്സിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് ഗൈസ് നമ്മുടെ വലിയ സ്റ്റാർബക്സ് ഗൈസ്, വലിയ സ്റ്റാർബക്സ്. സോ ഗൈസ് എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവർക്കും ഇന്ന് ശ്രീവീട്ടി ബ്രോയുടെ വക ചെലവ്. ആടാ ഞാൻ തരാം, എല്ലാവർക്കും ചെലവ് ഞാൻ തരാം. ഓക്കെ, എല്ലാവരും പോയി എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോ. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ ശ്രീവീട്ടി ചെലവിനായിരുന്നു. എല്ലാരും പോയി വാങ്ങിക്കോ ഗൈസ്, നമ്മുടെ ശ്രീവീട്ടിയുടെ ബ്രോയുടെ വക ഇന്നല്ല ഫുൾ ചെലവ്. നോക്കിയിരുന്നാൽ മതി, സ്വന്തം കീശയിൽ കൈയിടാം, അപ്പൊ പൈസ കിട്ടും. ആ പൈസ എടുത്ത് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോ, കഴിച്ചോ. ഓക്കെ, എൻ്റെ അടുത്തേക്ക് വരണ്ടായിനി. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തൊട്ട സാധനത്തിന് പൈസ നോക്കിയിട്ട് കണ്ടൊക്കെ വാങ്ങണം. ലാസ്റ്റ് ലോൺ എടുക്കേണ്ട അവസ്ഥയാക്കിപ്പിക്കല്ലേ. ആരുടെ ഇതിന്റെ ഓണർ? എനിക്കും ശ്രീവീട്ടിക്കും നമ്മളെ എല്ലാവർക്കും ഓരോരോ ചായ വീതം. എത്ര പൈസ എന്ന് വെച്ചാൽ ഞാൻ വെക്കാം. ഓക്കെ, ശ്രീവീട്ടി പൈസ ഇടണ്ട, ഇന്ന് എന്റെ വക ചെലവ്. ഓക്കെ, പറഞ്ഞത് ആരാന്ന് മനസ്സിലായോ? നമ്മുടെ വിഭുവാ. ആൾക്കാരുള്ളതുകൊണ്ട് അവൻ കുറച്ച് ആളാവാൻ നോക്കുന്നത്. എടാ നമ്മൾ 4 പേരാണുള്ളത്, ഓരോരൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരവർ ഓർഡർ ചെയ്തു. ഓക്കെ, എനിക്കൊരു സ്റ്റാർബക്സ്. ചായ വടേ ചായ വടേ ചായ വടേ ചായ വടേ ചായ വടേ പഴംപൊരി ചായ വടേ ചായ വടേ പഴംപൊരി ചായ വടേ ചായ വടേ ചായ വടേ ചിക്കൻ പപ്സ് മുട്ട പപ്സ് ചിക്കൻ പപ്സ് മുട്ട പപ്സ് വടേ 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 വടേ. തീവണ്ടി കയറിയ സുഖം കിട്ടി. എന്താ ഇതൊരു മനസ്സില്ലടാ. ശ്രീവീട്ടി ബ്രോക്ക് എന്താ വേണ്ടേ? ഇവിടെ നല്ല പ്രീമിയം കോഫീസ് ഉണ്ട്, ഹോർലിക്സ്, ബൂസ്റ്റ്, അതേപോലെ തന്നെ എല്ലാ സാധനവും ഉണ്ട്. ഏട്ടനിപ്പോ എന്താ വേണ്ടേ? ഒരു 5 പഴംപൊരി എടുക്കട്ടെ? അതാരടാ ഇത്രയും നേരം കേൾക്കാത്തൊരു ശബ്ദം? ഞാനാണ് രാമൻ, അന്ന് കാട്ടുന്നായിരുന്ന. വിശ്വസിച്ച് ഇനി തള്ള നിർത്തുവന്ന്. ശ്രീബ്രോ അതാണ് തമിഴ്നാട്ടിലെ മെയിൻ തള്ളിസ്റ്റ്. സോ നമുക്ക് എന്തായാലും എവിടുന്ന് പോവാ? നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് പിടിച്ചാലോ? ഗീസ് വേഗം ഇവിടുന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പോവാന്ന് വെച്ച് കയറിയാണ് ഗീസ്. ഇവിടെ ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല ഗീസ്. ഇവിടെ നമ്മുടെ റാഫർ ബ്രോ ഉണ്ട്, വിബു ഉണ്ട്, ആ ഒരു മഞ്ഞക്കുപ്പായ ആരാന്ന് അറിയില്ല ഗീസ്. വേറെ കറുത്ത കുപ്പായിട്ട് ഒരാളും കൂടി ഇട്ട് ഗീസ്. ഗീസ് അപ്പൊ ഈ ഒരു മഞ്ഞക്കുപ്പായിട്ടാണ് TMZ തള്ളുവീരൻ ഗീസ്. അപ്പം നമ്മളെ നേരത്തെ എന്തോ തള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, അത് അവനാണെന്ന് തോന്നുന്നു ഗീസ്. സോ ഇവിടെയാണെങ്കിൽ ഗീസ് വലിയ ലോഗോ ഉണ്ട് ഗീസ്, സ്റ്റാർ ബുക്സിൻ്റെ ലോഗോ ഉണ്ട്. സ്റ്റാർ ബക്സ് അല്ല, സ്റ്റാർ ബുക്സ്.
ഇതിപ്പോൾ ഞാൻ ഏതായാലും നടക്കുകയാണ് കേസ്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ നേരെ നമുക്ക് വേറെ ഏതോ സ്പോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാഫർ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാഫർ ബ്രോ അതെവിടെയാണ് നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത്? അത് ബ്രോ നമുക്ക് കൊടൈക്കനാൽ വഴി ഊട്ടി പോയിട്ട് അടുത്ത സിറ്റിയിലുള്ള എന്താ പറയുക വാട്ടർഫാളിൽ പോകാനാണ് പ്ലാൻ. ഗേസ് അപ്പോൾ അവൻ അടുത്ത തള്ളു തുടങ്ങിയിട്ടുണ്ട്. സോ ഗേസ് അപ്പോൾ ഞാനാണ് കുറേ നേരമായി ഗേസ് ഇതിലെ കൂടി നടന്ന് പുറത്തിറങ്ങാൻ നോക്കുന്നത് ഗേസ്. അതാണെങ്കിൽ വിൻഡോ ആണ് ഗേസ്. എൻ്റെ ബാക്കിലാണെങ്കിൽ എല്ലാം മണ്ടന്മാർ ഗേസ്. അതല്ല ഗേസ്, ഡോർ ഇതാണ്. നമുക്ക് ഈ ഒരു മഞ്ഞ കുപ്പായിട്ട് ബ്രോ ആണ് ഈ ഒരു ഡോറ് കാണിച്ചത്. ഞാൻ കുറേ നേരമായി ഗേസ് അതിലെ കൂടി ഇറങ്ങാൻ നോക്കുന്നത്. ബാക്കിലെ മണ്ടന്മാരെല്ലാം തന്നെ നോക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാനാണെങ്കിൽ പോകുന്നില്ല. എന്നാൽ പിന്നെ ആ മണ്ടന്മാർക്ക് ഡോറ് കണ്ടുപിടിക്കുക. എൻ്റെ ബാക്കിൽ തന്നെ എല്ലാ മണ്ടന്മാരും ഒരേ കൂട്ടത്തിലാണ് വന്നേക്കുന്നത്. ശ്രീ ബ്രോ അപ്പം എൻ്റെ പുറകെ ആട്ടോ, നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് പിടിക്കാം. ഏടാ വന്ന് ഞാൻ അതേ വണ്ടി കയറി. സോ ഗേസ് അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയൊക്കെ എടുത്ത് സെറ്റായിട്ട് പോകുന്നുണ്ട് ഗേസ്. ഇപ്പോൾ റാഫർ ബ്രോയും മുമ്പിൽ പോകുന്നുണ്ട് ഈ ഒരു നൈക്കിൻ്റെ വണ്ടിയിൽ. സോ ബാക്കിൽ പോകാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ഏതായാലും ബാക്കിൽ പോകുന്നുണ്ട് ഗേസ്. പിന്നെ പറയാനുള്ള കാര്യം, വാച്ചവരൊക്കെ നമ്മുടെ കൂടുന്നുണ്ട് ഗേസ്. അപ്പോൾ ഇപ്പോൾ ഡെയിലി ലൈവ് ഉണ്ട്. സോ ലൈവിലൊക്കെ എല്ലാവരും വരിക ഗേസ്. പിന്നെ ഗേസ് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കണ്ടൻറ്റാണ് ഞാൻ ഇടേണ്ടത് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. CPM ആണ് CPM, ഇപ്പോൾ ഫ്രീ ഫയർ ആണ് ഫ്രീ ഫയർ, ബസ് സിമുലേറ്റർ ഇന്ത്യ ഇറങ്ങിയിട്ടുണ്ട്. സോ ഈ ബസ് സിമുലേറ്റർ ഇന്ത്യയുടെ കണ്ടൻറ്റ് വേണമെങ്കിൽ അത് ഗേസ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട കണ്ടൻറ്റ് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗേസ്. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് ജസ്റ്റ് 50 ആണ് ഗേസ്. സോ 50 ഒന്നും കിട്ടുമെന്ന് അറിയത്തില്ല. സോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കുക ഗേസ്. 15 ഈ ഒരു വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ്. അതേപോലെ തന്നെ ഗേസ് നമ്മൾ 2K അടിക്കാനായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. 1928 30 സോ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ടാക്കുക ഗേസ്. വീഡിയോ ആണെന്ന് ആരും സബ്ബാക്കുന്നില്ല. സോ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ടാക്കുക ഗേസ്. സോ അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഗേസ്. സോ ഗേസ് അപ്പോൾ എല്ലാവരും അടിച്ചു വിട്ട് പോകുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ തന്നെ റാഫർ ബ്രോ ഉണ്ടെന്ന് തോന്നുന്നു ഗേസ്, ഈ ഒരു വെള്ള വണ്ടി. സോ ഗേസ് ഇവിടെ ഒരു കട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു ഗേസ്. ഗേസ് ഈ ഒരു കട്ടിങ് എൻ്റെ വണ്ടി കയറത്തില്ല. അതാ അവൻ്റെയൊക്കെ വണ്ടി സിമ്പിളായിട്ട് കയറിപ്പോയി ഗേസ്. എൻ്റെ വണ്ടി നല്ല ഗേസ്. ഒരു M5 ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് ഗേസ്. ഒരു M5 ആണത്. Free bro, M3 ആയിട്ടിട്ട് no bro. Involves me down no. നിർവചനം ഞാൻ മാറ്റാനായിട്ട്. ആടാ പറ്റുവാണെങ്കിൽ മാറ്റിയിട്ടോ. സോ ഗേസ് ഇപ്പോൾ നമുക്ക് ഇനി ഏതായാലും ഈ സൈഡ് പിടിച്ച് പോകാം ഗേസ്. അപ്പോൾ എൻ്റെ വണ്ടി ഏതായാലും നേരെ കയറത്തില്ല. സോ ഞാൻ തിരിച്ച് റിവേഴ്സ് എടുത്തില്ലേ കയറ്റേണ്ടി വരും ഗേസ്. അവൻ്റെയൊക്കെ വണ്ടി അതായത് പറന്നിട്ടൊക്കെ പോകണം. സോ ഗേസ് അവർ M5 കൊണ്ടുവന്ന ഒരു ബ്രോ പോയിട്ടുണ്ട്. സോ ഗേസ് ഒരു പച്ച വണ്ടി ഗേസ്, കുത്താൻ വണ്ടി മാത്രമായിരുന്നു ഞാൻ തോന്നുന്നു ഗേസ്. എൻ്റെ മുമ്പ് ഇടിച്ച് ജസ്റ്റ് മിസ് ചെയ്ത് ഇപ്പിടിച്ചേനെ. സോ ഇവൻ എന്നെ കാണിച്ചു തരുന്നതെന്ന് തോന്നുന്നു ഗേസ്. സോ നമുക്ക് ഏതായാലും ഈ സൈഡിലെ കൂടെ കയറാം ഗേസ്. ഇതിലാണെങ്കിൽ ഫ്രണ്ട് എടുത്ത് തന്നെ കയറാം. സോ ഞാൻ കയറിയിട്ടുണ്ട് ഗേസ്. സോ ഞാൻ ഏതായാലും അടിച്ചിട്ട് പോകുന്നുണ്ട് ഗേസ്. സോ നമ്മുടെ റാഫർ ബ്രോ ഇവിടെ നിൽക്കുന്നുണ്ട്. ബ്രോ പോയാലോ എന്നാല്? ഞാൻ ബ്രോന് നമുക്കെന്താ പോവാ. സോ ഗേസ് എന്നാൽ ഞാൻ എൻ്റെ കാറിൽ സോങ് വെക്കുകയാണ് ഗേസ്. അപ്പോൾ ഇനി എൻ്റെ വോയിസ് കേൾക്കത്തില്ല. ഇനി ഞാനിതിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ പാട്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. സോ ഇനി എന്തായാലും നമുക്ക് ആ ഒരു എന്താ ഗേസ് റിവർ സൈഡ് എത്തിയിട്ട് കാണാം ഗേസ്. സോ ഗേസ് അപ്പോൾ പാട്ടൊക്കെ വെച്ച് വന്നിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു പാട്ട് നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റില്ല ഗേസ്. സോ ആ ഒരു പാട്ടിൻ്റെ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണാം ഗേസ്. ബ്രോ സ്ഥലമെത്തിയേ. ഞാൻ എന്തിനെ കൂടി കയറാം. ഗേസപ്പോൾ സ്ഥലം എത്തി. ഗേസപ്പോൾ പാട്ടൊക്കെ കേട്ട് എങ്ങനെയുണ്ട് പറയുക ഗേസ്. ഇതൊരു നൊസ്റ്റാൾജിക് സോങ് ആണ്. ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും ഒക്കെ ഓർമ്മയുണ്ടാകുന്ന ഒരു സോങ് ആണ് ഗേസ്. എല്ലാവരുടെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഫുൾ ഈ ഒരു സോങ് വെച്ച് നിരന്നാടിയ ദിവസമൊക്കെ ഉണ്ട് ഗേസ്. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഗേസ്. കാരണം അത്രയും നൊസ്റ്റുള്ള ഒരു സോങ് ആണിത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ ഗെയിമറൊക്കെ പക്കയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടിരുന്ന ഒരു സോങ് ആണ് ഗേസ്. അപ്പോൾ ഈ ഒരു സോങ് നിങ്ങൾക്ക് എന്താ പറയുക
അത്രയ്ക്ക് ഒരു നൊസ്റ്റാൾജി ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗീസ് ഇപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്, മീറ്റപ്പിൻ്റെ ഇടയിലൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഏതായാലും ഇവിടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം ഗീസ്. അപ്പോൾ ഇറങ്ങിയിട്ട് എന്താ പറഞ്ഞാൽ എല്ലാവരും വരുന്നുണ്ട് തോന്നി ഗീസ്. നമ്മുടെ റാഫർ ബ്രോനെ ഞാൻ കണ്ടില്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി എന്താ പറയുക ആക്സിൽ കൊടുത്ത് വന്നു ഗീസ്. റാഫർ ബ്രോ എവിടെയോ കുടുങ്ങിയിട്ടുണ്ട് ഗീസ്. അവൻ ഇതിൽ ഇറങ്ങാനാണ് തോന്നി ഗീസ് നോക്കിയത്, ബട്ട് അവനെ കാണുന്നില്ല. അതാണ്ട് ഗീസ് വരുന്നുണ്ട്. സോ ഗീസ് ഈ ഒരു ബ്ലാക്ക് ഉപ്പായിട്ട് ബ്രോ ഉണ്ട് ഗീസ്, അത് പറന്നു പോന്നു. റാഫർ ബ്രോ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അവിടെ പോയി ഡ്രിഫ്റ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇവിടെ വന്ന് അടിക്കും തോന്നി ഗീസ്. ഞാൻ പറഞ്ഞില്ലേ അടിച്ചിട്ടുണ്ട്. സോ ഗേസ് അപ്പോൾ കിളിപോയതാണ് ഗേസ്. കിട്ടിലും പോലത്തെ ഒരു പച്ച വണ്ടി വന്നിട്ടുണ്ട് ഗേസ്. ഇത് നമ്മുടെ മീറ്റപ്പ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ മീറ്റപ്പിൻ്റെ ഇടയ്ക്ക് കുറേ പേര് വന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു ഗേസ്. ഈ ഒരു വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് കൊള്ളാം, ഇതിൻ്റെ വർക്കൊക്കെ കൊള്ളാം ഗേസ്. രണ്ട് സൈഡും വർക്ക് ഉണ്ട്. അതൊരു സോംബിയൊക്കെ പോലെ ഉണ്ട് ഗേസ്. ഞാൻ ഇങ്ങോട്ട് കയറട്ടെ. ഓക്കെ ഗേസ്, ഒരു സോംബിയൊക്കെ പോലെ. ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ അറിയില്ല. പുറത്തെന്താ ഗേസ് വാമ്പയർ എന്നൊക്കെ വേക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇത് നമ്മുടെ നൈക്ക് ഗീസ്, റാഫർ ബ്രോയുടെ നൈക്കാണ് ഗീസ്. ഞാനൊരു ചെറിയൊരു സ്റ്റെപ്പ് ഇട്ടാണ് ഗീസ്, അപ്പം തന്നെ എല്ലാവരും ഇട്ട് കളിക്കാൻ തുടങ്ങി ഗീസ്. എല്ലാവരും ഫുൾ ഡാൻസ് പവർ ഗീസ്. ഇത് ഒറിജിനൽ 380 ആണോന്നോ? അല്ല ബ്രോ, ഒറിജിനൽ അല്ല. പിന്നെ ഗീസ് ഇതാ എല്ലാവരും പുഷപ്പൊക്കെ എടുക്കുന്നുണ്ട്, കൊള്ളാം. ഇതേ അടുത്തൊരു ചാടി കളിക്കുന്നു. നമ്മൾ പിന്നെ പ്രൊഫഷണൽ സ്റ്റെപ്പ് ഗീസ്. 2 പേര് പുഷപ്പ് പിടിക്കുന്നുണ്ട്. നമുക്കത് എത്ര എണ്ണാം ഗീസ്? 1 2 3 അണ്ട ഗീസ്. നമുക്ക് നമ്മുടെ ഡാൻസ് തന്നെ കളിക്കാം. വായോന്നോ ഗേസ്? റാഫർ ബ്രോ വിളിക്കുന്നുണ്ട്, എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല ഗേസ്. സോ ഗേസ് ഇനിയും കുറച്ച് പേര് വരാനുണ്ടെന്ന് തോന്നുന്നു ഗേസ്. ഇപ്പം ഞാൻ സിംഗിൾ സ്റ്റെപ്പ് ഇടുവാണ് ഗേസ്. ബേക്കിലാണെങ്കിൽ ആ ബ്രോ വണ്ടിയൊക്കെ തിരിച്ച് കളിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബിബു ആണ് ഗേസ്. ഈ ഒരു ചോന്ന ഉപ്പായിട്ട് നമ്മുടെ ബിബു, മറ്റേ റാഫർ, എല്ലാവരും ഫുൾ ഡാൻസ് പവറാണ് ഗേസ്. വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗേസ് ടീം സൈഡിലെ എല്ലാവരും ഗേസ് പക്ക വൈബ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു മീറ്റ് ഞാൻ വെച്ചാലും എനിക്ക് അത്ര പെർഫെക്റ്റ് കിട്ടിയില്ല, ബട്ട് ടീം സെറ്റിലത്തെ പിള്ളേർ കട്ട ഒരേ വൈബ് പിള്ളേർ, അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല ഗീസ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം ബ്രോ. ഗീസ് അത് ആരാന്ന് പോലും എനിക്കറിയില്ല. ഇത് OG 380 ആണോ? അല്ല ബ്രോ, അല്ലാന്ന് പറഞ്ഞില്ലേ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഗീസ് OG ആണോ എന്ന്. റാഫർ പറയുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇതേ പിന്നെയും ചോദിക്കുന്നു ഗീസ്. എന്താ ചെയ്യുക? ശരിക്കുന്നല്ലേ ഗീസ്. ഇതേവരത്തും ഗിത്താർ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ പ്രൊഫഷണൽ ഡാൻസ് ഗീസ്. സോ നെക്സ്റ്റ് നമുക്ക് എവിടെയെങ്കിലും പോകണം ഗീസ്. Big fan bro, 380 bro, big fan. താങ്ക് യു ബ്രോ, താങ്ക് യു. സോ ഗീസ് അന്ന് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാക്സിമം സാധാ മലയാളം തന്നെ സംസാരിക്കാൻ നോക്കുന്നത്. ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ചിലത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ സെറ്റായി തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗീസ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ അതേപോലെ പറയാം ഗീസ്. സോ ഇപ്പം ഞാൻ എൻ്റെ ലാംഗ്വേജ് സെറ്റാക്കിയെന്ന് തോന്നുന്നു ഗീസ്. എന്നാലും നമ്മുടെ കാസർഗോഡ് ഭാഷ വേറെയാണ് ഗീസ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഇടയ്ക്ക് യൂസ് ആക്കുന്നുണ്ട്. സോ പിന്നെന്താ ഗീസ്, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാം. റാഫർ ബ്രോ. ശ്രീ ബ്രോ, ആ ഒരു വണ്ടിയുടെ ഡോറൊന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവറായി പോകാമായിരുന്നു. ഗൈസ് ചെക്കന് നമ്മുടെ ഡ്രൈവർ ആവണമെന്ന് ഗീസ്. ഞാനാണെങ്കിൽ ഒന്ന് ഓപ്പൺ ആയി കൊടുത്തിട്ടുണ്ട്, ഓനാണെങ്കിൽ ഡ്രൈവറായി കയറിയിട്ടുണ്ട് ഗീസ്. ഞാനാണെങ്കിൽ എന്നോട് കയറാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും കയറിയിട്ടുണ്ട്. ഹലോ റാഫർ ബ്രോ, ബ്രോയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിലാകെ 5 പേരാണുള്ളത്. 1 ഞാൻ, 2 ഞാൻ തന്നെ, 3 4 5 അല്ല ഞാൻ തന്നെ. ഞാൻ ഒറ്റക്കാണ് ഒരു വീട്ടിൽ നിൽക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുമ്പോൾ 5 പേരെന്ന് പറയും. നീ ഒരു സംഭവം തന്നെ കേട്ടാ, പറയാതിരിക്കാൻ പറ്റില്ല. കൊള്ളാം കേസ്. അവൻ എൻ്റെ പേഴ്സണൽ ഡ്രൈവറായി എന്നാണ് കേസ് തോന്നുന്നത്. പിന്നെ കേസ് നമുക്കാണെങ്കിൽ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കും കേസ്. എല്ലാവരും ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു പച്ച വണ്ടി മുമ്പിലുണ്ട്, ഒരു പച്ച വണ്ടി ബേക്കിലുണ്ട് കേസ്. നമ്മളാണെങ്കിൽ മരമൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. സോ കേസ് പിന്നെ കേസ് അന്ന് ഞാൻ ആ സർവീസ് ഷോറൂമിൽ പോയിട്ട് നമ്മൾ കാണിക്കാത്തൊരു സംഭവം കേസ്, നമ്മുടെ AC വെൻറ്റിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേസ്. ഈ ഒരു AC വെൻറ്റ് വർക്ക് ചെയ്യുന്നില്ല കേസ്, അതിലൂടെ AC വരുന്നില്ല. അപ്പുറത്തെ രണ്ടും ആ ഒരു സെൻറ്ററത്തെ രണ്ടും സെറ്റാണ്, പക്ഷേ ഇത് കേസ് അത് വർക്കാവുന്നില്ല. സോ ഇവൻ ഏതിലേക്കൂടിയൊക്കെ കയറ്റി കൊണ്ടുവന്നുണ്ട് കേസ്. ഇവൻ എവിടെയാണ് കൈയൊക്കെ വെച്ചേക്കുന്നത്? മുത്തേ ഗിയറിൽ വെക്കടാ കൈ, നീ എന്താ താഴെയൊക്കെ കൈ വെച്ച് കളിക്കുന്നത് കേസ്? നമ്മുടെ പുതിയ ഷൂ ഒക്കെ നിങ്ങൾ കണ്ടോന്ന് വിചാരിക്കുന്നു. നമ്മുടെ മീത്ത നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല കേസ്. കേസ് അപ്പം ഇവൻ കുറേ നേരം ഈ വണ്ടി ഓടിക്കുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എടാ എയർപോർട്ടിലേക്ക് എന്തിനാ വന്നേ? അത് ബ്രോ, ഇവിടെ വന്ന് നൈസായിട്ട് ഡ്രിഫ്റ്റ് അടിക്കാം. പിന്നെ എല്ലാവർക്കും ഡ്രിഫ്റ്റ് അടിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഒരു വൈബല്ലേ ഇവിടെ കേസ്. അതും ശരിയാണ് കേസ്. പിന്നെ കേസ് ഈ ഒരു എയർപോർട്ട് എന്താ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്, സൈഡിലൊക്കെ പ്ലെയിനൊക്കെ ഫുള്ള് നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. സോ എന്താണെന്നറിയില്ല കേസ്. മച്ചാനെ നമുക്കൊരു ഡ്രിഫ്റ്റ് അടിച്ചാലോ? അതൊക്കെ പറയണ്ടേ മുത്തേ?
ഇപ്പൊ കണ്ടോ. എടാ മതിയടാ ടയറും അയ്യോ ഗീസ് എന്റെ കിടലം പോലെ പണിതറക്കിയ വണ്ടി ഇപ്പൊ കളിയും ഗീസ്. ആ ബ്രോ പറഞ്ഞോണ്ടാ ഞാൻ നിർത്തിയേ. സോ ഗീസ് അവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് നമ്മൾ നല്ലൊരു തമ്പനിയിലേക്ക് എടുത്തപ്പോ ഗീസ് ഇവർക്ക് ഔട്ട്രോ പറയാനെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സമ്മതിച്ചു കൊടുത്തു ഗീസ്. അപ്പൊ ഇവരെ ഔട്ട്രോ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഗീസ്. അപ്പോൾ ഫ്രീ ആയിട്ട് വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കമന്റ് കൂടെ ചെയ്ത് ഫുൾ പവർ ആക്കി. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഫുൾ വാച്ച് അവറൊക്കെ നമ്മൾ കൂട്ടി കൊടുക്കണം. ഗൈസ് അപ്പൊ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇവര് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ഗൈസ്.